എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 28 ഇന്ന് ആരംഭിക്കുന്നു. ഈ 28ാമത്തെ അധ്യായത്തില് നന്ദഗോപര് കുളിക്കുന്ന സമയത്ത് വരുണഭൃത്യന്മാര് അദ്ദേഹത്തെ വരുണപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കഥ വിവരിക്കുകയാണ്. നന്ദഗോപര് ഏകാദശി ദിവസം ഉപവസിച്ച് ദ്വാദശി ദിവസം ബ്രാഹ്മ മുഹൂർത്തായി എന്ന് വിചാരിച്ച് കുളിക്കാൻ കാളിന്തിയിലേക്ക് പോയി. വെളിച്ചമായിട്ടുണ്ടായിരുന്നില്ല. അതാണ്, രാത്രി അസമയമായതുകൊണ്ട് വരുണഭൃത്യന്മാര് അദ്ദേഹത്തെ വരുണപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദ്വാദശി അവസാനിക്കുന്നതിന് മുമ്പ് പാരണ കഴിക്കണം എന്നുള്ള വിചാരം കൊണ്ടാണ് അരുണോദയത്തിന് മുമ്പ് തന്നെ സ്നാനം ചെയ്യാൻ നന്ദഗോപര് കാളിന്തിയില് പ്രവേശിച്ചത്. സാധാരണ മനുഷ്യർക്ക് അരുണോദയത്തിന് മുമ്പില് നദിയിൽ പ്രവേശിച്ചുകൂടാ. അസുരന്മാരുടെ സമയമാണ് ആ സമയത്ത്. അസുരന്മാർക്ക് സഞ്ചരിക്കാൻ പറ്റിയ സമയമായതുകൊണ്ടുള്ളത് അസുര വേല എന്നാണ് ആ സമയത്തിന് പേര്. നന്ദഗോപർക്ക് ഇത് അറിയാമെന്ന് വിചാരിച്ചാലും മുഹൂർത്തം തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരം പുലർന്നാൽ ദ്വാദശി ഇല്ല. അപ്പൊ പാരണ കഴിക്കുന്നതിന് അർദ്ധരാത്രിക്കായാലും വിരോധമില്ല എന്ന് വിചാരിച്ചിട്ടാണ് നന്ദഗോപര്, ശാസ്ത്രം നന്നായിട്ട് അറിയണ ആളാണ് നന്ദഗോപര്, ആ അസുരവേല ഗണിക്കാണ്ട് സ്നാനത്തിന് പുറപ്പെടുക ചെയ്തത്. പക്ഷെ ഇതറിയാത്ത ആ വരുണഭൃത്യന്മാര് നന്ദഗോപരെ പിടിച്ച് കൊണ്ടുപോയി, വരുണലോകത്തിലേക്ക് കൊണ്ടുപോയി. ഭഗവാന്റെ പിതാവാണ് നന്ദഗോപര് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വരുണൻ അദ്ദേഹത്തെ വളരെ മാനിച്ചിരുത്തി. അങ്ങനെ ഇത് കണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പിതാവിനെ രക്ഷിക്കാനായിട്ട്, പിതാവിനെ കൊണ്ടുവരാനായിട്ട് വരുണലോകത്തിലേക്ക് പോവാണ്. കുളിക്കാൻ പോയ നന്ദഗോപരെ കാണാണ്ട് ഗോപന്മാരെല്ലാവരും രാമലക്ഷ്മണന്മാരെ വിളിച്ചു കരഞ്ഞു. അപ്പൊ ഭഗവാൻ അവരെല്ലാം സമാധാനിപ്പിച്ചിട്ട് വരുണപുരയിലെത്തി. അപ്പോഴാണ് സ്വീകരിച്ചിങ്ങനെ ഇരുത്തിയിരിക്കണ കണ്ടു അച്ഛന്. സന്തോഷായി ഭഗവാനെ കണ്ട് വരുണൻ തൃപ്പാദത്തില് സാഷ്ടാംഗം നമസ്കരിച്ച് സ്തുതിച്ചു. ഭഗവാനെ, അവിടുത്തെ പാദസ്പർശത്താൽ എന്റെ ലോകവും ഞാനും പരിശുദ്ധി നേടി. എന്റെ ഭൃത്യന്മാര് ആളെ അറിയാതെ ചെയ്തു പോയതാണ്. ആ അപരാധത്തെ അവിടുന്ന് പുറത്ത് അനുഗ്രഹിക്കണേ എന്നൊക്കെ വരുണൻ പ്രാർത്ഥിച്ചു ഭഗവാനോട്. ഇങ്ങനെ ഭക്തിയോടുകൂടി സ്തുതിച്ച ആ വരുണനെ ഭഗവാൻ അനുഗ്രഹിച്ച് തന്റെ പിതാവിനോടുകൂടി വ്രജത്തിലെത്തി. ഇത് കണ്ട് വ്രജവാസികളെല്ലാം അത്ഭുതപ്പെട്ടു. വരുണലോകത്തിലേക്ക് നന്ദഗോപര് പോയതും വരുണൻ ശ്രീകൃഷ്ണനെ പൂജിച്ച് നമസ്കരിച്ചു, ഇതൊക്കെ നന്ദഗോപര് ഇങ്ങനെ പറയാണ് ഇവരോട്. ഈ നന്ദഗോപരിൽ നിന്ന് ഇത് അറിഞ്ഞ ഗോപന്മാര്, അപ്പൊ ശരിക്കും നമ്മുടെ കൃഷ്ണൻ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണല്ലേ. അവർക്ക് എല്ലാം ശ്രീകൃഷ്ണന്റെ ആ വൈകുണ്ഠ ലോകം കാണണമെന്ന്, ഞങ്ങൾക്കും കാണണം എന്ന് വല്ലാത്ത മോഹം. പക്ഷെ ഭഗവാനോട് പറഞ്ഞില്ല. ഇത് മനസ്സിലാക്കി കരുണാവാരിധിയായ ആ ഭഗവാൻ വൈകുണ്ഠ ലോകത്തെ കാണിച്ചു കൊടുത്തു അവർക്ക്. ഗോപികോപന്മാരൊക്കെ എല്ലാം ഒരു ദിവസം ഉറക്കത്തില് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഭഗവാൻ അവരെ എല്ലാം കാളിന്തിയില് ബ്രഹ്മഹൃദം എന്ന സ്ഥലത്തേക്ക് നമുക്ക് കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ സ്നാനത്തിന് കൂട്ടിക്കൊണ്ടുപോയി. അവരെല്ലാം വെള്ളത്തിൽ മുങ്ങിയപ്പോ അക്രൂരന് വെള്ളത്തിൽ കുളിച്ചപ്പോ അനുഭവപ്പെട്ടില്ലേ, അതുപോലെ അവര് വൈകുണ്ഠ ലോകത്ത് എല്ലാവർക്കും ഒരേപോലെ അവര് സ്വപ്നം കണ്ടു. ഒരേപോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് കാണുകയാണ് കുളിക്കുമ്പോ വൈകുണ്ഠം. അങ്ങനെ വൈകുണ്ഠപതിയായ ആ ശ്രീകൃഷ്ണനെയും കണ്ടു. ഇപ്പോഴ് വൈകുണ്ഠ മൂർത്തിയായിട്ട് അവിടെ കിടക്കണു, ശാന്താകാരം ഭുജഗശയനായിട്ട്, കണ്ണന്റെ തനിച്ചായ. അപ്പൊ അവർക്ക് മനസ്സിലായി ശരിക്കും ശ്രീകൃഷ്ണൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന്. പെട്ടെന്ന് അവര് ഉണർന്നു, ഇത് ശ്രീകൃഷ്ണൻ കാണിച്ചു തന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അത് കാരണം അവർക്കെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനില് പൂർവാധികം ഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതാണ് ഈ അധ്യായത്തില് പറയണത്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേ
നിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ അഷ്ടാവിംശോऽധ്യായ. ശ്രീശുക ഉവാച. ഏകാദശ്യാം നിരാഹാര സമഭ്യർച്ച്യ ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ദ്യാം ദ്വാദശ്യാം ജലമാവിശൽ. ദ്വാദശി നേരം പുലരുമ്പോ ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടുള്ള നന്ദഗോപര് പാരണ കഴിക്കാൻ വേണ്ടിയിട്ട് അർദ്ധരാത്രി ആയിട്ടേ ഉള്ളൂ, ശരിക്കും ബ്രാഹ്മമുഹൂർത്തം ആയിട്ടില്ല. നന്ദഗോപര് ആ അസുരവേളയില് അത് ഗണിക്കാതെ സ്നാനത്തിനായിട്ട് കാളീന്തിയിലേക്ക് പോയി. തം ഗൃഹീത്വാനയൽ ഭൃത്യോ വരുണസ്യാസുരോന്തികം അവിജ്ഞായാസുരിം വേലാം പ്രവിഷ്ടമുദകം നിശി. ശാസ്ത്രത്തെ നന്നായിട്ട് മനസ്സിലാക്കിയ ആ ശ്രീകൃഷ്ണ പിതാവായ നന്ദഗോപര് അസുര സഞ്ചാരത്തിന് ഉചിതമായ ആ സമയം മനസ്സിലാക്കിയിട്ട് തന്നെയാണ്, അത് മനസ്സിലായിട്ട് തന്നെയാണ് കാളീന്തിയില് കുളിക്കാനായിട്ട് പോയത്. വിഷ്ണു ഭക്തിയുടെ മാഹാത്മ്യം നന്നായിട്ട് അറിഞ്ഞതുകൊണ്ട് ദ്വാദശി വ്രതഭംഗം വരാതിരിക്കാനായിട്ട് ആ സമയത്തില് സ്നാനത്തിനായിട്ട് പോയി. വിഷ്ണു ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയാണ് കുളിക്കാനായിട്ട് പോയതെന്ന്. പക്ഷേ ജലരക്ഷകനായിരിക്കുന്ന വരുണന്റെ ഭൃത്യരിൽ ഒരസുരൻ നന്ദഗോപരം കൊണ്ട് വരുണന്റെ സമീപത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. നന്ദഗോപരെ ശുക്രുശുസ്തം അപശ്യന്ത കൃഷ്ണരാമേതി ഗോപകാഃ ഭഗവാൻ തദുപശ്രുത്യ പിതരം വരുണാഹൃതം തദന്തികം ഗതോ രാജൻ സ്വാനാം അഭയദോ വിഭു. സ്നാനത്തിനായിട്ട് നന്ദഗോപര് പോയിട്ടും കാണാതെ എന്താണ് ഇത്ര വെളിച്ചമായിട്ടും നന്ദഗോപരെ കാണാത്തത്, മടങ്ങി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഗോപന്മാര് തങ്ങളുടെ നാഥനും സർവസങ്കടങ്ങളെയും തീർത്ത് രക്ഷിക്കുന്നവനുമായ അല്ലയോ കൃഷ്ണ, അമിത പരാക്രമശാലിയായ അല്ലയോ രാമ, കുളിക്കാൻ ചെന്നിരിക്കുന്ന ഞങ്ങളുടെ നാഥനും നിങ്ങളുടെ പിതാവുമായ നന്ദനെ ഇത്ര നേരമായിട്ടും കാണാനില്ല. എവിടേക്കാ പോയെന്നോ ആര് കൊണ്ടുപോയെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഭക്തവത്സലനായിരിക്കുന്ന അങ്ങ് ഞങ്ങളെ ദയവ് ചെയ്ത് നന്ദനെ തരണേ എന്ന് നിലവിളിച്ചുകൊണ്ട് പറയാണ് അവര്. അപ്പോ ഇത് കേട്ടപ്പോ സർവജ്ഞനായ ഭഗവാൻ കേട്ട ഉടൻ തന്നെ തന്റെ പിതാവിനെ വരുണഭൃത്യനായ അസുരൻ കൊണ്ടുപോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി പറയണു, അല്ലയോ മഹാരാജാവേ, തന്റെ ഭക്തന്മാരെ ഉപേക്ഷിക്കുക എന്നത് ധർമ്മമല്ലല്ലോ. ആ ധർമ്മം നല്ലവണ്ണം അറിയുന്നവനും ഭക്തന്മാർക്ക് അഭയം കൊടുക്കുന്നവനും സർവസമർത്ഥനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ ആ വരുണന്റെ സമീപത്തിലേക്ക് പോയി. പ്രാപ്തം വീക്ഷ്യ ഹൃഷീകേശം ലോകപാല സവര്യയാ മഹത്യാ പൂജയിത്വാഹ തദ്ദർശന മഹോത്സവ. തന്റെ സമീപത്തിൽ വന്നിരിക്കുന്നവനും ഇന്ദ്രിയങ്ങളുടെ നേതാവുമായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട ഉടനെ ഭഗവത് ആജ്ഞാനുസാരേണ ലോകപരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന വരുണൻ ഭഗവത് ദർശനമാകുന്ന മഹോത്സവം അനുഭവിച്ചുകൊണ്ട് ഏറ്റവും വിശേഷപ്പെട്ട പൂജാസാധനങ്ങളാൽ ഭഗവാനെ പൂജിച്ചു. എന്നിട്ട് ഭഗവാനെ പൂജിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു. അദ്യമേ നിഭൃതോ ദേഹോ അദ്യൈവാർത്ഥോധിഗത പ്രഭോ അക്ഷ്ണോർവാജശ്ച സാഫല്യം തവ മേ ദർശനാൽ വിഭോ ത്വൽപാദഭാജോ ഭഗവൻ അവാവു പാരമധ്വന. അല്ലയോ സ്വാമി, എന്റെ ദേഹധാരണം കൊണ്ടുള്ള ഫലം ഇപ്പോ എനിക്ക് പൂർണ്ണമായിട്ട് ലഭിച്ചു. ഓരോരുത്തരും ഓരോ വേഷം കെട്ടുന്നതും ഓരോ കാര്യസാധ്യത്തിനാണ്. ആ കാര്യം സാധിക്കാതെ വന്നാൽ ആ കെട്ടിയ വേഷം കൊണ്ട് എന്താ ഫലം? എന്തിനു വേണ്ടി നശ്വരമായിരിക്കുന്ന ഈ ദേഹം ധരിക്കുന്നത് എന്ന് വെച്ചാൽ ജന്മസാഫല്യപ്രദമായ അങ്ങയെ കാണുക എന്ന ആ ഉത്കൃഷ്ട പദത്തെ പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ദേഹം
ശരീരമെടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. അത് അങ്ങയുടെ അതിശയത്താൽ എനിക്കിപ്പോൾ സിദ്ധിക്കുക നിമിത്തം ജന്മസാഫല്യം സിദ്ധിച്ചു. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ജന്മം ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ജന്മം ഇപ്പൊ സഫലമായി എന്ന് പറയുന്നത് വരുണൻ. ഇപ്പോൾ തന്നെയാണ് ഞാൻ പരമധനത്തെ പ്രാപിച്ചതും. എന്തുകൊണ്ടെന്നാൽ സർവരത്നാകരപതിയായിരുന്നാലും ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ഒരു ഭാഗ്യം അനുഭവിച്ചിട്ടില്ല. ഇത്രയും സമ്പന്നനായിട്ടില്ല ഞാൻ ഇതിനു മുമ്പ്. എല്ലാ ധനങ്ങളും ഒക്കെ ഉള്ള ആളാണല്ലേ വരുണൻ. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ധനവാനായത് എന്ന് പറയണു. എന്നാൽ പ്രാപിക്കപ്പെട്ട സർവവിധ അർത്ഥവും നശിക്കുന്നതാണ്. ഇപ്പോൾ പ്രാപിക്കപ്പെട്ട അർത്ഥം മാത്രം പരമാർത്ഥമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ അർത്ഥവാനായത്. അങ്ങയുടെ ദർശനത്താൽ എന്റെ കണ്ണുകൾക്കും സംഭാഷണ ലാഭത്താൽ വാക്കുകൾക്കും സാഫല്യം സിദ്ധിച്ചിരിക്കുന്നു. സംസാരികളായിരുന്നാലും അല്ലയോ ഭഗവൻ, അങ്ങയുടെ പാദത്തെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരെ ജനന മരണപ്രവാഹ രൂപമായ സംസാരത്തിന്റെ മറുകര പ്രാപിക്കുന്നവരായിട്ട് അങ്ങയോട് സായുജ്യം പ്രാപിക്കുന്നു. അതിനാൽ സംസാരിയാണെങ്കിലും അങ്ങയുടെ പാദാരവിന്ദത്തെ കാണാനും ഭജിക്കാനും ഇടവരികയാൽ ഞാൻ മുക്തനായും ഇരിക്കുന്നു. അതാണ് വരുണൻ പറഞ്ഞതിന്റെ സാരം. ഈ കണ്ണുകൾക്ക് സാഫല്യം ഉണ്ടാകുന്നത് എപ്പോഴാ? ഭഗവാന്റെ ദർശനം അല്ലെ. ഈ ശരീരം എടുത്തു വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ജന്മസാഫല്യം എന്ന് പറയുന്നത് എന്താ? ഭഗവാനെ ദർശിക്കുക. അത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഭാഗ്യം നമുക്കും സിദ്ധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടതാ ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. വരുണന്റെ ഭക്തിപൂർവമായ സ്തുതിയാണ് അടുത്ത ശ്ലോകങ്ങളില്. അത് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.